Hi, my name is Ashley. Welcome to Arise Church India at Brandon. We are so excited that you're joining us here today for today's worship service. We pray that you would encounter God's presence and that you would open your heart to hear His voice through the message today. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധി കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഒരു ദിവസം കൂടെ ദൈവം തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ഇന്ന് എത്ര പേര് സന്തോഷത്തോടായിരിക്കുന്നു? ഹല്ലേലൂയ, സ്തോത്രം. അസന്തോഷത്തോടെ എല്ലാവരും കരങ്ങൾ ഉയർത്തി, എല്ലാവരും എഴുന്നേറ്റാട്ടെ, കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, ഞങ്ങൾക്ക് ഒരാഴ്ചയും കൂടെ ദൈവമേ അങ്ങ് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ ആപത്തനർത്തുന്നൊക്കെ ഞങ്ങളെ വിടുവിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ ദയയ്ക്കായി കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എത്രായിരം പേര് മരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെയൊക്കെ മധ്യേ ഞങ്ങളെ അങ്ങ് സൂക്ഷിച്ച് നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നൊരു കാര്യമുണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ. If there is one thing that is this, that we have to celebrate Jesus. വേറെ ഒന്നും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഇന്നില്ലെങ്കിൽ യേശുവിനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. ആ യേശുവിനെ ഒന്ന് ഓർക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചല്ലോ. കർത്താവെ, അങ്ങ് ഞങ്ങളെ രക്ഷിച്ചല്ലോ. കർത്താവെ, പാപത്തിൻ്റെ കുഴിയിൽ നിന്നും കർത്താവെ അതിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ പാസ്റ്റ് എല്ലാം അങ്ങ് ക്ലീൻ ചെയ്തതിനായി സ്തോത്രം. ഞങ്ങൾക്കൊരു പുതിയൊരു പ്രസൻറ്റ് തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ തന്നതിനായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുമോ, നിങ്ങൾ പുതിയ സൃഷ്ടിയാവുന്നു. പഴയത് കഴിഞ്ഞുപോയി, എല്ലാ സകലതും പുതിയതാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കരങ്ങളെ അടിച്ച് ആരാധനയ്ക്ക് യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നതാ. ആ പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ആഴിയുമോഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമോഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറപൊക്കി. പാവന നീണം തന്നു പാപത്തിൻ കറപൊക്കി. രക്ഷിച്ചതാലങ്ങെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാലങ്ങെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ.
ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിൻ മക്കൾ കൂടിടുമ്പോൾ, വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിൻ മക്കൾ കൂടിടുമ്പോൾ, മധ്യേ വന്നനുഗ്രഹം ചെയ്തിടാമെന്നോരാ, മധ്യേ വന്നനുഗ്രഹം ചെയ്തിടാമെന്നോരാ. ചെയ്തവൻ നീ മാത്രമേ എന്നാലും ആത്മാവിൽ ആരാധിക്കും. ചെയ്തവൻ നീ മാത്രമേ എന്നാലും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആദിമനൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ, ആദിമനൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ, നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ, നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ, നിൻ ശക്തിയായ ചീടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. നിൻ ശക്തിയായ ചീടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ കപ്പെടുത്താർത്തതുപോൽ, ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ കപ്പെടുത്താർത്തതുപോൽ, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ ഞാൻ നിന്നെ ആരാധിക്കും. ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ഞാൻ നിന്നെ ആരാധിക്കും. ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഹോരേബിൻ മോശ കണ്ട മുൾപ്പാടത്തിൽ കത്തിയ നാമഗ്നിയേ, ഹോരേബിൽ മോശ കണ്ട മുൾപ്പാടത്തിൽ കത്തിയ നാമഗ്നിയേ, നിൻ മക്കളിൽ പകർ അത്ഭുതം ചെയ്യുവാൻ, നിൻ മക്കളിൽ പകർ അത്ഭുതം ചെയ്യുവാൻ ബന്ധനമണിഞ്ഞിട്ടെന്ന് നിന്ദാസർ ആത്മാവിൽ ആരാധിക്കും. ബന്ധനമണിഞ്ഞിട്ടെന്ന് നിന്ദാസർ ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. നഷ്ടപ്പെട്ട എൻ രക്ഷ നിൻ പുത്രനാൽ സൗജന്യമായി ലഭിച്ചു. നഷ്ടപ്പെട്ട എൻ രക്ഷ നിൻ പുത്രനാൽ സൗജന്യമായി ലഭിച്ചു. സാക്ഷാൽ മുന്തിരി വള്ളി കർത്താവാം യേശുവോട്, സാക്ഷാൽ മുന്തിരി വള്ളി കർത്താവാം യേശുവോട് ഒട്ടിച്ചെന്നെ ചേർത്തതാൽ ഞാൻ അങ്ങയെ ആത്മാവിൽ ആരാധിക്കും. ഒട്ടിച്ചെന്നെ ചേർത്തതാൽ ഞാൻ അങ്ങയെ ആത്മാവിൽ ആരാധിക്കും. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. We worship you, Lord. We worship you, Lord, for good things you've done in our life, Lord. കെട്ടുകളായി നീടട്ടെ, വഞ്ചോകങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ. കെട്ടുകളായി നീടട്ടെ, വഞ്ചോകങ്ങൾ
പൂർണ്ണമായി നീങ്ങിടട്ടെ. നിൻ സ്വഭാവ എണ്ണത്തിൽ പെരുകുവാൻ ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടുന്ന. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടുന്ന. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാൻ കർത്താവിനെ നിത്യം സ്തുതിച്ചിടുന്ന. ആത്മാവിൽ ആരാധിക്കാൻ കർത്താവിനെ നിത്യം സ്തുതിച്ചിടുന്ന. ആദിമനൂറ്റാണ്ടിൽ വിന്ദാസർ മർക്കോസിൻ മാളികയിൽ. ആദിമനൂറ്റാണ്ടിൽ വിന്ദാസർ മർക്കോസിൻ മാളികയിൽ. നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ, നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ, നിശക്തിയായ ചീടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. നിശക്തിയായ ചീടുക നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ കപ്പെടുത്താത്തതുപോ. ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ കപ്പെടുത്താത്തതുപോ. പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ ഞാൻ നിന്നെ ആരാധിക്കും. ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ഞാൻ നിന്നെ ആരാധിക്കും. ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിഞ്ഞിടട്ടെ, വൻരോഗങ്ങൾ പൂർണ്ണമായി താങ്ങിടട്ടെ. കെട്ടുകൾ അഴിഞ്ഞിടട്ടെ, വൻരോഗങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ. നിൻ സഭ വളർന്നങ്ങ് എണ്ണത്തിൽ പെരുകുവാൻ, നിൻ സഭ വളർന്നങ്ങ് എണ്ണത്തിൽ പെരുകുവാൻ ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടുന്ന. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടുന്ന. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. 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 യേശുവേ ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. പാപത്തിന് മോചനം കിട്ടിയവർ ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും. സകല ലോകത്തിൽ നിന്ന് നീക്കൽ വന്നവർ ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും. നമ്മളെ ഓരോരുത്തരെ ദൈവമക്കളായി തീർത്ത സ്നേഹം ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. നമ്മുടെ ഉള്ളിൽ സമാധാനം തന്ന, ആരാധനയ്ക്കു യോഗ്യനേ സന്തോഷം തന്ന ദൈവത്തിന് ഹല്ലേലൂയ. ആരാധിച്ചിടുന്നില്ല. യേശുവേ ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല. ഓ
ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ We worship you, Lord. Hallelujah. Oh, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. Oh, hallelujah. Hallelujah. നമ്മുടെ പാസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തു, നമുക്കൊരു പുതിയ പ്രസന്റ് തന്നു, ഒരു നല്ലൊരു ഫ്യൂച്ചർ തന്നു. Hallelujah. നമ്മുടെ പാപത്തിൽ നിന്നെല്ലാം നമ്മളെ കഴുകി നീക്കി. Hallelujah. നല്ല ശമരിയാക്കാരനെ പോലെ നമ്മുടെ വൃണം എല്ലാം എടുത്ത് മാറ്റിയിട്ട് നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി യേശു. ഇന്ന് ആരാധിക്കാൻ വേറെ ഒരു കാരണമില്ല, യേശു ആ കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് യോഗ്യനെ, അങ്ങ് ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, അങ്ങ് ആരാധിക്കുന്നു. ഞങ്ങളുടെ പാസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തല്ലോ. അങ്ങയുടെ കണ്ണിപ്പോലും ഇല്ല ഞങ്ങൾ പഴയ കാലങ്ങൾ ചെയ്തതല്ല, അത് മുഴുവൻ അങ്ങ് ക്ലീൻ ചെയ്തു. ക്രിസ്തുവിൽ ഒരു പുതിയ വ്യക്തിയാക്കിയതിനായി സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നീതീകരണം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ നീതിയുടെ വസ്ത്രം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓ, എല്ലാവരും വാതുറന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഹബക്കനതലവ ആത്മാവിലൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഉള്ളത്തിന്ന് ഹല്ലേലൂയ. ഈ മലയിലും അല്ല, ആ മലയിലും അല്ല, അവർ ആത്മാവിൽ സത്യത്തിൽ സ്തുതിക്കുമല്ലോ. എല്ലാവരും വാതുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. Hallelujah. We worship you, Lord. We worship you, Lord. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. യേശുവേ, അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. We worship you, Lord. Hallelujah. 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 ഇന്ന് ഞങ്ങൾ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ ഒന്ന് മൂടണമേ. അങ്ങയുടെ ഗ്ലോറി ഒന്ന് കാണുവാൻ ഹല്ലേലൂയ ഒന്ന് ഞങ്ങളെ ഒന്ന് കണ്ണ് തുറക്കണമേ. ആത്മാവിൽ യേശു ഇവിടെ ഉണ്ടെന്നൊന്ന് കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് വിടുതലായി തീരുവാൻ ഹല്ലേലൂയ ഒരു അനോയിന്റിങ് വ്യാപരിപ്പാനായിട്ട് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളൊരു തുറന്ന ഹൃദയമായിട്ട്, ഒരു എക്സ്പെക്ടിങ് ഹൃദയത്തോടെ ഞങ്ങൾ ആയിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. We worship you. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. ഒരു പ്രാവശ്യം കൂടെ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവൻ. കൃപമേൽ കൃപയാർന്നിടുവാൻ
പാവൻ തുണയാ അല്ലും പകലും മുൻപിൽ പാവൻ തുണയാ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ പരിശോധനകൾ വരികിൽ മനം പതരാശ്രയിച്ചിടുകിൽ ബലഹീനതയിൽ കവിയും കൃപമതിയൻ ആശ്രയിച്ചിടുകിൽ വീരവിൽ വീണകൾ തീരും സകലവും ശുഭമായി വീരവിൽ വീണകൾ തീരും സകലവും ശുഭമായി വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയും വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയും സ്നേഹിതരേവരും പേടിഞ്ഞാൻ നീ യേശുവിനോടത് പറഞ്ഞാൽ സ്നേഹിതരെല്ലാം കുരിശിൽ പെട്ട പാടുകളേഴും തൻ കരത്താൽ നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയും വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയും ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാം അതിവേഗം അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും ലോകം വെറുത്തോർ വീരനാമെന്നാൽ അറിയും ലോകം വെറുത്തോർ വീരനാമെന്നാൽ അറിയും വരുവിൻ യേശുവിനരികിൽ നല്ലവൻ താൻ രുചിച്ചറിയും വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയും ഓ വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയും
വരുവിൻ യേശുവിനരികിൽ വരുവിൻ യേശുവിനരികിൽ Your presence is heaven to me. Your presence is heaven to me. Your presence is heaven to me. Your presence is heaven. Who is like you, Lord, in all the earth? Matchless love and beauty, endless worth. Nothing in this world can satisfy. 'Cause Jesus, you're the cup that won't run dry. Your presence is heaven to me. Your presence is heaven to me. Treasure of my heart and of my soul. In my weakness you are merciful. Redeemer of my past and present wrongs. Holder of my future days to come. Your presence is heaven to me. Oh, your presence is heaven to me. All my days on earth I will wait. The moment that I see your face to face. Nothing in this world can satisfy. 'Cause Jesus, you're the cup that won't run dry. Your presence is heaven to me. Your presence is heaven to me. Your presence. Oh, your presence is heaven to me. Your presence is heaven to me. Oh, Jesus. Oh, Jesus. Oh, Jesus.
Your presence is heaven to me. Oh Jesus, oh Jesus. Your presence is heaven to me. Oh Jesus, oh Jesus. Your presence is heaven to me. Oh Jesus, oh Jesus. Your presence is heaven. One more time. Oh Jesus, oh Jesus. Your presence is heaven to me. Oh Jesus, oh Jesus. Your presence is heaven to me. Oh Jesus, oh Jesus. Your presence is heaven to me. Oh Jesus, oh Jesus. Your presence is heaven to me. Jesus, your presence is. Every eye closed, every head bowed down. Can we tell Jesus, your presence today is heaven to me? Even though we are right now not in actual heaven, we can feel heaven by feeling His presence. Thank God for His mercy. We have one God, one Father, one Holy Spirit, one Son. We are one body in Christ. There is one way to the cross, one truth. And it is in that oneness we experience the peace, the joy, the presence. How the Father, the Son, and the Holy Spirit are one together in the presence. We are caught up as one, as the bride. Let us thank Him today. Father, thank you for the worship today. Thank you for the opportunity to meet in person and worship you. Thank you for every gift that you have given us. We thank you for your Son and the cross and the price that He paid for us. Bless everyone who has come here, everybody who's watching online. Bless the message today. Let it take root in everybody's spirit, soul, and body. In Jesus' name, we pray. Amen. You may be seated in God's presence. Good evening, everybody. എല്ലാവർക്കും ശുഭസായാഹ്നം. Buenas noches a todos. സർവസായന്ത്രം అందరికీ. These are all different ways of saying good evening. Why did I say this? We are all people from different backgrounds, different cultures, different height, weight, economic backgrounds. But it doesn't matter. We come here under one roof to celebrate Christ. And that's what matters today. And that's the spirit. So if you have come here today, we would like to welcome you to Arise India. If you're watching us on YouTube, please do subscribe. We're very happy that you're watching us. I do notice there are a couple of first-time guests here. We want to give you a special welcome to this church. And we may also encourage you to fill the guest card and return it to us. Our pastors will connect with you. There'll be a gift in there for you. And those who are joining through YouTube, I will encourage you to write in the comment section. Please write your name and possibly where you're watching it from, so that we would love to connect with you and pray with you. And for the Arise Church India, these are the announcements this week. We have our phone line meetings at 10 a.m. on Monday, Wednesday, and Friday. And we have started a new Arise Church India Facebook page. So please do like the page. Go online to go to Facebook, find the page, like the page. You will see events that are starting. For example, we have devotional messages from our pastors. You can find them on Facebook. And very soon we are going to have worship videos and testimony videos up there. We also have a monthly fasting prayer meeting, and it's on May 4th and 5th at the house of Pastor Pratyash. And a special guest speaker will be speaking on that day. We also have the Memorial Day picnic by Arise this Monday. So please sign the waiver form and get connected with everybody. Now let's move into the time of the offering.
There's a verse in Joshua chapter 21 where it says, none of the promises that God gave to the people of Israel, it all came to pass. Nothing fell to the ground. Nothing stopped short of it. God is faithful in giving his promises. God is faithful in fulfilling his promises. It takes great faith to give. There was a leadership seminar in a company that I once worked for, and they asked me, what's the difference between you and the boss? And I said, I think it's his position, his salary maybe. They said, yes, but there's something else. He is a provider, you're a receiver. It's easy to receive, it's easy to work and receive a salary. It's much, much more difficult to provide for somebody. It's much more difficult to become a provider than a receiver. God is a provider. It takes faith. Now today you have the opportunity to provide for somebody, not just be a receiver. And it takes faith. And that is why it's called the gift of faith. It's a seed that you give. Why do we give? To bless others. You know, because you give, during the Pentecost Day rally on Sunday, 14 people got filled with the Holy Spirit. They received the baptism of the Holy Spirit, and there were 6 healings because you give. If you have your offering with you, please take it in your hand, and we're going to pray over it. Father, thank you for this opportunity to give today. We understand that it requires great faith from our part to move from a position of receiving into a position of giving. Let every hand that is lifted up today, let it be blessed 100-fold on top of what they give. And if there is any hand that is unable to give, bless them so that they shall also become a provider. We bless this in Jesus' name. Amen. And there are 4 ways to give. You can text the amount to 84321. You can also download the Church Center app, and you can go online. You can pay it via the Church Center app. You can also log into myarisechurch.com, and you can click the donate button. And if you would like to give in cash and check, we do have the opportunity to do that right here. So, ushers, can you please collect the offering? നിത്യതയോളവും സത്യകൂട്ടാളിയായി ക്രിസ്തനല്ലാതെയിൽ ആരുമേ ഭൂമിയിൽ നിത്യതയോളവും സത്യകൂട്ടാളിയായി ക്രിസ്തനല്ലാതെയിൽ ആരുമേ ഭൂമിയിൽ മൃത്യുവിനാ മാറുമാത്രേ മിത്രമായാലും മർത്യരെല്ലാം മൃത്യുവിനാ മാറുമാത്രേ മിത്രമായാലും മർത്യരെല്ലാം മാറാത്ത സ്നേഹിതൻ മാനുവേൽ തന്തിരു മാറിടും ചാരിടും ഞാൻ ദിനവും പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തന്തിരു മാറിടമാ ഭാരങ്ങളേറുമീ പാരിൽ നാൾ തോറുമെൻ ഭാരം ചുമന്നിടും കർത്തനാമേശുതാൻ ഭാരങ്ങളേറുമീ പാരിൽ നാൾ തോറുമെൻ ഭാരം ചുമന്നിടും കർത്തനാമേശുതാൻ ആത്മപ്രിയൻ നല്ലിടയൻ ആർദ്രത എന്നെ പിന്തുടരും ആത്മപ്രിയൻ നല്ലിടയൻ ആർദ്രത എന്നെ പിന്തുടരും മാറാത്ത സ്നേഹിതൻ മാനുവേൽ തന്തിരു മാറിടും ചാരിടും ഞാൻ ദിനവും പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാർവിടമാ. മാറാത്ത സ്നേഹിതൻ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ തിരുനടത്താൽ ഞങ്ങളെ രക്ഷിച്ചതിനായി സ്തോത്രം. കർത്താവ്, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലിരിക്കുമ്പോൾ
ഫാദർ ടോക്ക്. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചാട്ട്, കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ തുറന്നാട്ട്, വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങളെ താഴ്ത്തുന്നു. യേശുവിൻ നാമത്തിൽ കേൾക്കുമാറാകണമേ പിതാവേ. ആമേൻ, ആമേൻ. Hello everybody, my name is George Matthew. എല്ലാവർക്കും വന്ദനം. എൻ്റെ പേര് ജോർജ് മാത്യു. I just want to welcome everybody tonight. ഇന്ന് വൈകിയ സമയത്ത് നിങ്ങളെ എല്ലാവരെയും ഞാൻ വന്ദനം അറിയിക്കുന്നു. Also those who are watching, I want to welcome you as well. ഞങ്ങളെ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരെയും ഞങ്ങൾ വന്ദനം അറിയിക്കുന്നു. I'm very excited tonight. ഇന്ന് രാത്രിയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. I'm pretty sure I'm going to confuse Pastor Pratyasha a little bit. ഞാൻ പാസ്റ്റർ പ്രത്യാശനെ അല്പമല്ലാതെ ബുദ്ധിമുട്ടിക്കുമെന്ന് ഞാൻ Because കരുതുന്നു. I'm very sure this is the first time probably he's translating me. ഞാൻ അദ്ദേഹം ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. And also when I go to India, ഞാൻ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ I usually speak in English. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാറുണ്ട്. At that time people translate that to Hindi. അപ്പോഴൊക്കെ മറ്റുള്ളവർ എനിക്ക് വേണ്ടി ഹിന്ദിയിലേക്ക് മൊഴിമാറ്റം So ചെയ്യാറുണ്ട്. usually I try to make my sentences pretty short. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ വളരെ ചുരുക്കമായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. Praise God. Praise the Lord. So this is one thing I want from you. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നു. Make sure you respond to the word. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ വചനത്തോട് പ്രതികരിക്കുക. When you listen to the word, നിങ്ങൾ ഈ വചനത്തെ ശ്രദ്ധിക്കുമ്പോൾ I തന്നെ would say make sure you can have a reflection of amen or stotram or something. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഈ വചനത്തോട് നിങ്ങൾ ആമേൻ എന്നോ പ്രൈസ് ദി ലോർഡ് എന്നോ പറഞ്ഞ് ആ വചനത്തെ നിങ്ങൾ സ്വീകരിക്കുന്നവരായി തീരുക. Amen. Let's go into the word of God. നമുക്ക് ഇന്ന് രാത്രിയിലെ വചനചിന്തയ്ക്കായിട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Last week we heard about the heart of marriage. നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് ധ്യാനിച്ചത് വിവാഹബന്ധത്തിന്റെ ഹൃദയത്തെക്കുറിച്ചാണ്. And the week prior to that we heard about the key principle of marriage, which is love and respect. നാം അതിനു മുമ്പുള്ള ആഴ്ചയിലും വിവാഹബന്ധത്തെക്കുറിച്ചും അതിലെ ഏറ്റവും അഭിവാജ്യ ഘടകമായ സ്നേഹത്തെക്കുറിച്ചും റെസ്പെക്റ്റിനെ കുറിച്ചും ബഹുമാനത്തെക്കുറിച്ചും നാം ചിന്തിക്കാനിടയായി. ഇന്ന് രാത്രിയിൽ നാം ഈ സീരീസിന്റെ അവസാനത്തെ ഭാഗം, ആഴമേറിയ വ്യക്തിബന്ധങ്ങൾ എന്ന ഈ സീരീസിന്റെ അവസാന ഭാഗം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. And we will be going into the higher plan of God. നാം ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ അടുത്ത പദ്ധതിയെക്കുറിച്ച്, ഉയർന്ന പദ്ധതിയെക്കുറിച്ച് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. Amen. For that we are going to meditate the Gospel of Matthew chapter 16 verse 24. നാം ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. And I'm going to read that in English. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷിൽ വായിക്കാം. Then Jesus said to the disciples, if anyone wants to come after me, let him deny himself and take up his cross and follow me. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. I'm very sure you have heard a lot of messages from the scripture. എനിക്ക് വളരെ ഉറപ്പുണ്ട് നിങ്ങൾ ഈ വചനത്തെ ആസ്പദീകരിച്ച് വളരെയധികം ചിന്തകൾ ഭാഗങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്ന്. But let me tell you, I'm going to take you some of the depth of the cross. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ക്രൂശിന്റെ ആഴമേറിയ ചിന്തയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. Over here it says, if anyone want to follow me. ഇവിടെ ഈ വചനം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ They have to deny themselves. അവൻ തന്നെത്താൻ ത്യജിക്കണം. I have seen a lot of Christians. ഞാൻ അനേക ക്രിസ്ത്യാനികളെ കണ്ടിട്ടുണ്ട്. I don't know whether they denied themselves really. അവർ തങ്ങളെ തന്നെ ത്യജിച്ചുവോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. So tonight we are going to look into the depth of denial yourself or denying yourself. ഇന്ന് രാത്രിയിൽ നാം ഈ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു, തന്നെത്താൻ ത്യജിക്കുക എന്നതിനെക്കുറിച്ച്. So the first part is you have to have a repentance. അതിന്റെ ഒന്നാമത്തെ ചിന്ത ഇങ്ങനെയാണ്, നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകണം. Basically you making a U-turn from the direction you were heading. നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആ ദിശയിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്കൊരു യു ടേൺ നിങ്ങൾക്ക് ഉണ്ടാകണം. And without denying there is no cross. അതോടൊപ്പം തന്നെ ഓർക്കേണ്ടത്, ത്യജിക്കുന്നതിനകത്ത് നാം സ്വയം ത്യജിക്കണമെങ്കിൽ ക്രൂശ് ഇല്ലാതെ അത് ഒരിക്കലും സാധ്യമാകുകയില്ല. Also when you deny yourself or denying yourself is a decision to follow Jesus. തന്നെത്താൻ ത്യജിക്കുക എന്നത് യേശുവിനെ അനുഗമിക്കുന്നതിന്റെ ഒരു ഭാഗവും കൂടിയാണ്. Also denying yourself is a goodbye to the world.
തന്നെത്താൻ ത്യജിക്കുക എന്നത് ലോകത്തോട് ഗുഡ് ബൈ പറയുന്നതും കൂടെയാണ്. Also denying is saying yes to Jesus. അതുപോലെ തന്നെ ത്യജിക്കുക എന്നത് യേശുവിനോട് യെസ് എന്ന് പറയുന്നതും കൂടെയാണ്. Also remember, when you deny, you saying a bye-bye to the old nature. ഓർക്കുക, നാം തന്നെത്താൻ ത്യജിക്കുമ്പോൾ നാം നമ്മുടെ പഴയ സ്വഭാവത്തോട് എന്നേക്കുമായിട്ട് വിട So പറയുകയാണ്. tonight, as I speak from the word of God, check yourself. Have you done these things? അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ വചന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ തന്നെത്താൻ ത്യജിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ശോധന ചെയ്യേണ്ടതും കൂടെയാണ്. Jesus said, if somebody want to follow me, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ let him deny himself അവൻ തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് and take up his cross and follow me. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. We are called to follow Jesus. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് യേശുവിനെ അനുഗമിക്കാനാണ്. We are called to be his disciple. യേശു നമ്മെ തിരഞ്ഞെടുത്തത് അവന്റെ ശിഷ്യരായി തീരുവാനാണ്. You know what, as I was meditating this, ഞാൻ ഈ ഭാഗം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ something came into my heart. എന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കടന്നു വരാനിടയായി. Christians without a cross are in crisis. കുരിശില്ലാത്ത ക്രിസ്ത്യാനി എപ്പോഴും ഒരു പ്രതിസന്ധിയിലാണ് അല്ലെങ്കിൽ അപകടത്തിലാണ്. And the second part is my version, crossless Christian is a crisis. ഹല്ലേലൂയ. രണ്ടാമത്തേത് എൻ്റെ ഹൃദയത്തിൽ വന്ന മറ്റൊരു ചിന്ത, കുരിശില്ലാത്ത ഒരു ക്രിസ്ത്യാനി ഒരു പ്രതിസന്ധിയുമാണ്. In Malayalam I would say avaru kurisha. I don't know how much you get that. ഹല്ലേലൂയ. Sometime, you know what, if you're not carrying the cross, ചിലപ്പോൾ നാം ക്രൂശ് വഹിക്കുന്നില്ല you are എങ്കിൽ a headache for the church and you're a headache for the community. നാം മറ്റുള്ളവർക്കും നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും ഒരു തലവേദനയായി തീരാൻ സാധ്യതയുണ്ട്. Probably that's the reason Lord really empowered me, really give me unction to talk about this particular subject. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഭാഗത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവേ എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത തന്നത്. So tonight I'm going to talk about cross. ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ക്രൂശിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. And I like to have always, something display and talk from it. So I have a cross right here. എൻ്റെ പക്കൽ ഒരു കുരിശുണ്ട്. Carrying this cross is not that easy. ഈ കുരിശ് വഹിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. Today, me and Noah, we went to the Home Depot to buy the raw material for this. ഇന്ന് ഞാനും നോയയും കൂടെ ഹോം ഡിപ്പോയിലേക്ക് ഇതിന്റെ വസ്തുക്കൾ മേടിക്കാനായിട്ട് കടന്നു ചെന്നു. And I was dressed up like this. And ദേവദാസൻ ഇതുപോലെയാണ് വസ്ത്രം ധരിച്ച് കടന്നു And ചെന്നത്. when I took this wood and as I was paying at the cashier, people are looking at me. What are you doing with this wood, with this, with nice dress? ഞാൻ ഈ വസ്ത്രം ധരിച്ച് അവിടെ കടന്നു ചെന്ന് ഈ കുരിശിന് വേണ്ട ഈ മരക്കഷ്ണം ഞാൻ തെരഞ്ഞെടുത്തപ്പോൾ അവിടെയുള്ള ആളുകൾ വളരെ ആകാംക്ഷയോടെ എന്നെ നോക്കുവാനായിട്ട് ഇടയായി. So can you imagine, wherever you go, if you carry a cross like this with you, how people going to look at you? നിങ്ങളൊന്ന് ചിന്തിച്ച്, നിങ്ങൾ ഇതുപോലെ ഒരു കുരിശുമായിട്ട് നടക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെയായിരിക്കും കാണുന്നത്? You don't want to be humiliated, right? നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടുന്നത് ഇഷ്ടമായിരിക്കും. But let me tell you something. ഞാൻ നിങ്ങളോട് ഒരു കാര്യം Jesus ഓർമ്മിപ്പിക്കട്ടെ. said, somebody want to follow me, let him deny himself and carry his cross. യേശു പറഞ്ഞ വാക്ക് ഓർക്കുക, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാൻ. And if you look, you can see pretty much all the churches got a cross up on the building top. അത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ സഭകളുടെയും മുകൾ വശത്ത്, ആ ബിൽഡിങ്ങിന്റെ മുകൾ വശത്ത് നിങ്ങൾക്കൊരു കുരിശിനെ കാണുവാനായിട്ട് കഴിയും. And I have seen people wearing a cross on their neck. അത് മാത്രമല്ല, ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ ഈ കുരിശ് ധരിച്ചുകൊണ്ട് നടക്കുന്നത്. Other day I saw a man in the Arise church. He was wearing a cross and he said, the cross before me. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഹറൈസ് ചർച്ചിൽ കടന്നു വന്നപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ ഇതുപോലെ ഒരു കുരിശ് ധരിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ നടക്കുകയായിരുന്നു. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, കുരിശ് എൻ്റെ മുമ്പേ നടക്കുകയാണ്. And he said, no turning back, no turning back. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. Can I ask you something tonight? ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. Cross talks a lot. കുരിശ് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും. Cross is where man encounters with God. കുരിശ് എന്ന ഇടത്ത് വെച്ചാണ് ദൈവവും മനുഷ്യനും തമ്മിൽ കൂട്ടിമുട്ടുന്നത്. I mean, cross is the place where God's love has been revealed in full. കുരിശ് എന്ന ഇടത്ത് വെച്ചാണ് ദൈവം തന്റെ സ്നേഹത്തെ മനുഷ്യനോട് And if പ്രദർശിപ്പിച്ചത്. you want to see the heart of Father, look unto the cross. നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹൃദയത്തെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ കുരിശിലേക്ക് നോക്കുക. And let me tell you, cross helps to cross the impossible. മാത്രമല്ല, കുരിശ് നിങ്ങളെ അസാധ്യകരമായ
അപകടകരമായ മേഖലയിൽ മറികടക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കും. Let me tell you, eternity was impossible for humanity. ഓർക്കുക, നിത്യത എന്നത് മനുഷ്യന് അസാധ്യമായിരുന്നു. But Jesus made it possible through the cross. എന്നാൽ യേശു കർത്താവ് കുരിശിലൂടെ അത് എനിക്കും നിങ്ങൾക്കും സാധ്യമാക്കി So തീർത്തു. tonight we have to celebrate the cross. ഇന്ന് രാത്രി ദൈവമക്കളെ, അതുകൊണ്ട് നാം കുരിശിനെ ആമേൻ സെലിബ്രേറ്റ് ചെയ്യുന്നവരാകണം, We ആഘോഷിക്കുന്നവരാകണം. have to cling on to the cross. അതുകൊണ്ട് നാം ഈ കുരിശിനോട് ആമേൻ അടുപ്പമുള്ളവരായിരിക്കണം, We അതിനെ മുറുകെ പിടിക്കണം. have to carry the cross. അതുകൊണ്ട് തന്നെ ഈ കുരിശിനെ നാം Do ചുമക്കുന്നവരായിരിക്കണം. not be ashamed of cross. മാത്രമല്ല, ഈ കുരിശ് ചുമക്കുന്നത് ഒരിക്കലും നിങ്ങൾ ലജ്ജിക്കുവാൻ ഇടയായി തീരും. I mean, if you look at the cross is made out of two poles. നിങ്ങൾ ശ്രദ്ധിച്ച ഈ കുരിശ് രണ്ട് ഭാഗങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് Okay, I'm going to give one pole to Pastor Pratyash, ഇതിൽ ഒരു ഭാഗം ഞാൻ പാസ്റ്റർ പ്രത്യാശന്റെ കയ്യിലേക്ക് and കൊടുക്കുകയാണ്. I'm taking the biggest side in my hand. അതിന്റെ വലിയ വശം ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. As I was studying about the cross, I see the cross which Jesus carried. It is somewhere 200 pounds or plus. ഞാൻ ഈ ഭാഗത്തെ കുറിച്ച് പഠിച്ചപ്പോൾ യേശു കർത്താവ് ചുമന്ന കുരിശിന് ഏകദേശം 200 പൗണ്ട് തൂക്കമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. Can you imagine Jesus carried that cross all the way to the Calvary? നിങ്ങൾക്കൊന്ന് ഹൃദയത്തിൽ ധ്യാനിക്കാമോ, യേശു കർത്താവ് ഭാരമുള്ള കുരിശ് ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് കടന്നു ചെല്ലുന്നത്? Amen. Tonight, let me tell you, this beam talks a lot. പ്രിയമുള്ളവരെ, ഈ കുരിശ് നമ്മോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും. Okay, that's what I'm going to take you tonight. അതാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. Okay, I told you there is a vertical pole and there is a horizontal one. ഈ കുരിശിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഒന്ന് മുകളിലെ വശം, മറ്റൊന്ന് കുറുകെയുള്ള വശം. Sometime when you look at the cross, you may see a wooden piece. നിങ്ങൾ ഒരുപക്ഷെ കുരിശിനെ നോക്കുമ്പോൾ ഒരു മരക്കഷണമായിരിക്കാം നിങ്ങൾ കാണുന്നത്. But it is much more than that. എന്നാൽ ആ മരക്കഷണത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. I'm very sure you probably heard about this. Shows the vertical relationship with you and your father. നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും, ഇതിന്റെ നീളമുള്ള വശം അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നു. And you have heard probably the horizontal side talks about you and your neighbor. അതുപോലെ തന്നെ കുരിശിന്റെ കുറുകെയുള്ള വശം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ചൂണ്ടിക്കാണിക്കും. This shows the agape love, how father loved you and me. ഇതിന്റെ മുകളിലേക്കുള്ള വശം അഗാപ്പെ ലവ്, ദൈവം നമ്മെ എങ്ങനെ സ്നേഹിച്ചു, ആ സ്നേഹത്തെ കുറിച്ച് നമ്മളോട് പറയും. And father want to reveal the same love with your brother and sister, with your neighbor as well. എന്നാൽ ഓർക്കുക, ഇതുപോലെ തന്നെ ഇതിന്റെ കുറുകെയുള്ള വശം കാണിക്കുന്നത് പോലെ ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മുടെ അയൽക്കാരെ, നമ്മുടെ സ്നേഹിതരെ, മറ്റുള്ളവരെ നാം സ്നേഹിക്കേണ്ടതാണ്. The time of Romans, the cross was a curse. റോമൻ സാമ്രാജ്യത്തിന്റെ സമയത്ത് കുരിശ് എന്ന് പറയുന്നത് ഒരു ശാപത്തിന്റെ അടയാളമായിരുന്നു. Sometimes they used to use this kind of phrase, go to the evil cross. That's a slang for go to age, that word. ചിലപ്പോൾ പണ്ടുള്ള ആൾക്കാർ, അന്ന് കാലത്തുള്ള ആളുകൾ, നിങ്ങൾ ഈ കുരിശുമായിട്ട് പോകുക എന്നത് ഒരു തെറ്റായ അർത്ഥത്തോടെ പറയാറുണ്ടായിരുന്നു. And also, if you look at the Old Testament, you can see curse is the one who hangs on tree. അത് മാത്രമല്ല, പഴയ നിയമം വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു, മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. So the cross talks big time about not something good, something bad. അതുകൊണ്ട് കുരിശ് എപ്പോഴും നന്മയുടെ പ്രതീകമല്ല, തിന്മയുടെ പ്രതീകമാണ്. Maybe that's the reason today Christians, we don't want to carry the cross, because it talks about pain and hurt. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മെ പോലെയുള്ള ക്രിസ്ത്യാനികൾ ഈ കുരിശ് ചുമക്കാനായിട്ട് ആഗ്രഹിക്കാത്തത്. കാരണം അതിനകത്ത് വേദനയും കഷ്ടവും ഒക്കെ മറഞ്ഞു കിടപ്പുണ്ട്. But let me tell you, today after Jesus took the cross, the curse became a blessing. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, യേശു കർത്താവ് എന്ന് ഈ കുരിശ് ചുമന്നു, അന്ന് ഈ കുരിശിന്റെ അർത്ഥത്തിന് മാറ്റമുണ്ടായി. I'm going to call this pole the pole of love, vertical love. ഹല്ലേലൂയ. ഞാൻ ഈ മുകളിലേക്കുള്ള വശത്തെ സ്നേഹത്തിന്റെ അടയാളത്തോട് ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. And I'm going to call this pole right here horizontal love. ഹല്ലേലൂയ. ഞാൻ ഈ കുറുകെയുള്ള വശത്തെ സ്നേഹത്തിന്റെ മറ്റൊരു അടയാളമായിട്ട് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. When the vertical love and the horizontal love come together, that is a cross. ഹല്ലേലൂയ. ഈ മുകളിലേക്കുള്ള വശവും കുറുകെയുള്ള വശവും എപ്പോൾ ഒന്നിച്ചു ചേരുമോ അപ്പോൾ മാത്രമാണ് അത് കുരിശായി തീരുന്നത്. I want to read a scripture from the book of Gospel of Matthew chapter 22. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയത്തെ മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിലേക്ക് തിരിക്കാൻ ആഗ്രഹിക്കുന്നു. It reads like Jesus said to him, you shall love your Lord God with all your heart, with all your soul, with all your mind. This is the first and great commandment.
അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. And the second one is like it, you shall love your neighbor as yourself. ഹല്ലേലൂയ. രണ്ടാമത്തേത് പറയുന്നു, നിങ്ങളുടെ അയൽക്കാരെ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. Love your God, ദൈവത്തെ സ്നേഹിക്കുക, love your neighbor. നിങ്ങളുടെ അയൽക്കാരെ, സ്നേഹിതരെ, Can മറ്റുള്ളവരെ you സ്നേഹിക്കുക. say it? Love your God, നിങ്ങൾക്ക് പറയാമോ, ദൈവത്തെ സ്നേഹിക്കുക, love your neighbor. മറ്റുള്ളവരെ സ്നേഹിക്കുക. You know, you should know at least the minimum, from the word of God, what are the New Testament laws are. നിങ്ങൾക്ക് ഈ വചനഭാഗത്തുനിന്ന് പുതിയ നിയമത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നാം മനസ്സിലാക്കേണ്ടി It's ഇരിക്കുന്നു. very simple. Love God, love man. രണ്ട് കാര്യങ്ങളാണ് പുതിയ നിയമത്തിന്റെ ഉപദേശങ്ങൾ. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക. രണ്ട്, മറ്റുള്ളവരെ സ്നേഹിക്കുക. And over there it says, first and great commandment. അവിടെ പറഞ്ഞിരിക്കുന്നു, വലുതും ഒന്നാമത്തേതുമായ കൽപ്പന. First and great. ഇതാകുന്നു വലുതും ഒന്നാമത്തേതുമായ കൽപ്പന. My heart was stuck on that. First and great commandment. എന്റെ ഹൃദയം ഈ വാക്ക് വായിച്ചപ്പോൾ വളരെയധികം ചിന്തിക്കാൻ ഇടയായി തീർന്നു. I question why first and great. എന്തുകൊണ്ടാണ് വലുതും ഒന്നാമത്തേതുമായത് എന്ന് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. And I start sitting in the presence of God and I asking Lord, why does it say first and great? ഞാൻ ഈ വചനഭാഗം വായിച്ചപ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് കർത്താവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അവിടെ വലിയ ഒന്നാമത്തേതുമായ കൽപ്പന എന്ന് എഴുതിയിരിക്കുന്നത്. And Lord spoke to me 4 things out of it. ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് 4 കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. And I'm going to read it over here. The agape love lifts you up. ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്ന് ഒന്നാമത്തേത് പറയട്ടെ, ഈ അഗാപ്പെ ലവ് നിങ്ങളെ ഉയർത്തുന്നതാണ്. Or the vertical love going to lift you high. ഈ മുകളിലേക്കുള്ള ഈ വശം നമ്മെ കാണിക്കുന്നത് ഇത് നിങ്ങളെ ഉയർത്തുവാനുള്ളതാണ്. And it says John chapter 12 verse 32 like this, and if I am lifted up from the earth, will draw all men to me. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 12:32 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. So let me tell you, the agape love or the vertical love going to lift you high. ഹല്ലേലൂയ. അതുകൊണ്ട് അഗാപ്പെ ലവ് അഥവാ മുകളിലേക്കുള്ള സ്നേഹം നമ്മെ കാണിക്കുന്നത് ഇത് നമ്മെ ഉയർത്തുന്നതാണ്. We didn't love him first, he loved us first. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, മറിച്ച് ദൈവം നമ്മെ സ്നേഹിച്ചു. And you know what? The commandment says, love him with your whole heart, with your whole mind, and with your whole soul. അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ കൽപ്പന ഇങ്ങനെ പറയുന്നു, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. When you do that, he going to lift you high. അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. That's the only way people going to come to know the Lord. അങ്ങനെ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുവാനായിട്ട് കഴിയുള്ളൂ. മറ്റുള്ളവർക്ക് ദൈവത്തെ Let me tell you, without the vertical pole, the horizontal one cannot stand. അത് മാത്രമല്ല, ഈ മുകളിലേക്കുള്ള വശമില്ല എങ്കിൽ കുറുകെയുള്ള വശത്തിന് ചേരുവാനായിട്ട് കഴിയുകയില്ല. Not only that, let me tell you, a believer or non-believer first should come to the God's love. മറ്റൊരർത്ഥം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു അവിശ്വാസി ആദ്യം കടന്നു വരേണ്ടത് ഈ ദൈവിക സ്നേഹത്തിലേക്കാണ്. Not to the second pole. രണ്ടാമത്തേതായ വശത്തിലേക്കല്ല. He need to come to the born again experience. He need to experience the love of God or agape love. ആദ്യമായിട്ട് സംഭവിക്കേണ്ടത് വീണ്ടും ജനനത്തിന്റെ അനുഭവം ഉണ്ടാകണം. അതോടൊപ്പം ദൈവത്തെ ആഴമായി സ്നേഹിക്കണം. That's the reason it says first and great. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വലുതും ഹല്ലേലൂയ ഒന്നാമത്തേതുമായ കൽപ്പന. You know, when you read the scripture, don't just read it. More than that, focus into it, meditate on it, chew upon it. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ വചനം നിങ്ങൾ വായിക്കുമ്പോൾ അതിനെ ശ്രദ്ധിക്കുക, അതിനെ മനസ്സിലാക്കുക, അതിനെ നിങ്ങൾ ധ്യാനിക്കുക. The first and great is loving God. ഒന്നാമത്തേതും വലുതുമായ കൽപ്പന ദൈവത്തെ സ്നേഹിക്കുക. You have to abide in his love. നിങ്ങൾ കർത്താവിന്റെ സ്നേഹത്തിൽ മറഞ്ഞിരിക്കണം. I will say enjoy the love of Christ. യേശു കർത്താവിന്റെ സ്നേഹത്തെ നിങ്ങൾ അനുഭവിക്കുക, അതിൽ സന്തോഷിക്കുക. This beam talks about that big. ഹല്ലേലൂയ. ഈ മുകളിലേക്കുള്ള വശം ആ അർത്ഥത്തെ ചൂണ്ടിക്കാണിക്കുന്നു. Today when we live in America, നാം ഈ അമേരിക്കയിൽ ജീവിക്കുമ്പോൾ sometimes we can get very occupied. ഒരുപക്ഷേ നമുക്ക് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളുമായിട്ട് occupied ആകാൻ സാധ്യതയുണ്ട്. And probably many times we don't have enough time to spend with our Lord. ചിലപ്പോഴൊക്കെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സമയം ചെലവിടുവാനായിട്ട് നമുക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല. Because of that you missing this pole. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വശം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുകയാണ്. And it's very easy to carry this part.
മാത്രമല്ല മറ്റേ ഭാഗം ആമേൻ കുറുകെയുള്ള വശം നിങ്ങൾ ആമേൻ ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യുന്നു. There are other people I have seen. എന്നാൽ ഞാൻ മറ്റു ചില ആളുകളെ കണ്ടിട്ടുണ്ട്. They have no time for this. അവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സമയമില്ല. They love to take up this one alone. അവർക്ക് ഈ മുകളിലേക്കുള്ള വശം ചുമക്കാനാണ് കൂടുതൽ താല്പര്യം. Jesus said, if anybody want to follow me, എന്നാൽ യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ let ഇച്ഛിച്ചാൽ him deny himself and take up his cross and follow me every day. അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. The second one is, രണ്ടാമത്തേത് vertical love keeps you standing. ഹല്ലേലൂയ. ആമേൻ മുകളിലേക്കുള്ള ഈ ഭാഗം നമ്മെ ആമേൻ ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് സഹായിക്കും. The agape love is firm to stand. ഹല്ലേലൂയ. അഗാപ്പേ ലവ് ആമേൻ അഗാപ്പേ സ്നേഹം നിങ്ങളെ ഉറപ്പോടെ നിർത്തും. Let me ask you something. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. Do you know you all have a skeleton inside of you? നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ അകത്തൊരു അസ്ഥികൂടമുണ്ടെന്ന്? Many times we forget about that. നാം പലപ്പോഴും അത് മറന്നു The പോകാറുണ്ട്. reason you are able to stand is because of that skeleton. നിങ്ങൾ ഇവിടെ നിൽക്കാനുള്ള കാരണം നിങ്ങളുടെ അകത്ത് മറഞ്ഞു കിടക്കുന്ന അസ്ഥികൂടമാണ്. The same way, in order to stand in Christian life, അതുപോലെ തന്നെ ആമേൻ ക്രിസ്തീയ ജീവിതത്തിൽ നിൽക്കാൻ കഴിയണമെങ്കിൽ you need to have this beam. നിങ്ങൾക്ക് ഈ മുകളിലേക്കുള്ള വശം അഥവാ അഗാപ്പേ ലവ് ഉണ്ടായിരിക്കണം. Without abiding Christ, ആമേൻ ദൈവസ്നേഹത്തിൽ മറഞ്ഞിരിക്കാതെ and without you giving yourself to Jesus, നിങ്ങളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കാതെ without this beam, ആമേൻ ഈ സ്നേഹം നിങ്ങളിൽ ഇല്ല എങ്കിൽ you cannot stand in the kingdom of God. നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ ഉറപ്പുള്ളവരായി നിൽക്കാൻ കഴിയുകയില്ല. You can say sometimes you are a Christian, നിങ്ങൾക്ക് ഒരുപക്ഷെ മറ്റുള്ളവരോട് പറയാൻ കഴിയും ഞാൻ ക്രിസ്ത്യാനിയാണ്. but without that beam you are paralyzed. എന്നാൽ ആ ബന്ധമില്ലാതെ നിങ്ങൾ ആമേൻ പാരലൈസ്ഡ് ആണ് എന്ന് ഓർമ്മിപ്പിക്കും. Have you noticed sometimes you feel like that dry experience, you know, you are like helpless? ചിലപ്പോഴൊക്കെ തോന്നിയിട്ടില്ലേ ഒരു വരണ്ട അനുഭവം, നിങ്ങൾ നിസ്സഹായരായ അനുഭവം തോന്നിയിട്ടില്ലേ I will ജീവിതത്തിൽ? say, check your cross. Do you have the long vertical beam? നിങ്ങളുടെ ക്രൂശിനെ ശ്രദ്ധിക്കുക, മുകളിലേക്കുള്ള വശം ആമേൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. I mean, the third one is only the living can be in vertical love. ഹല്ലേലൂയ. മൂന്നാമത്തേത് പറയുന്നു ജീവനുള്ളതിനു മാത്രമേ ആമേൻ ഈ മുകളിലേക്കുള്ള സ്നേഹം അനുഭവിക്കാൻ You കഴിയും. know, no dead people can stand. Have you seen any dead people standing? നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ മരിച്ച ആളുകൾ നിൽക്കുന്നത്? They always lies on the floor. അവരെപ്പോഴും കിടക്കുകയാണ് ചെയ്യുന്നത്. They cannot stand അവർക്കൊരിക്കലും നിൽക്കാൻ because കഴിയില്ല. they have no life. കാരണം അവരുടെ അകത്ത് ജീവനില്ല. The same way, ഇതുപോലെ തന്നെ without this beam, ദൈവവുമായിട്ടുള്ള ബന്ധമില്ല എങ്കിൽ, without the life, ഈ ജീവൻ നിങ്ങളുടെ അകത്തില്ല എങ്കിൽ you cannot stand. നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുകയില്ല. Are you getting the depth of this beam right here? ഈ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? You know, Jesus said, love your God with your whole heart, with your whole mind, with your whole soul, because this beam is super important. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം, എങ്കിൽ മാത്രമേ നിൽക്കാൻ കഴിയൂ. And the fourth one is you are designed to stand vertically. നാലാമത്തേത് ദൈവം നിങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത് ആമേൻ മുകളിലേക്കുള്ള ഈ ബന്ധവുമായി ബന്ധപ്പെടുത്തിയാണ്. I mean, look at yourself. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുക. Look at the head is on the top. നിങ്ങളുടെ ശിരസ് The മുകളിലാണുള്ളത്. feet is all the way in the bottom. നിങ്ങളുടെ കാലുകൾ താഴെയാണുള്ളത്. And you have two hands on the നിങ്ങളുടെ side. വശങ്ങളിൽ രണ്ട് കരങ്ങളുണ്ട്. If you look into that design, നിങ്ങൾ ആ ഡിസൈൻ നോക്കുകയാണെങ്കിൽ you can see the plan and purpose of God invested in you. ആ ആകൃതിയിൽ തന്നെ ദൈവത്തിന്റെ പദ്ധതി മറഞ്ഞു കിടക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. I mean, it's very clear the head got pretty much all the important parts. മാത്രമല്ല നിങ്ങളുടെ ശിരസിലേക്ക് ശ്രദ്ധിച്ചാൽ ആമേൻ വളരെ ആവശ്യമായ അവയവങ്ങളൊക്കെ മുഖത്ത് തന്നെയാണുള്ളത്, ശിരസിലാണുള്ളത്. Look at your sight. നിങ്ങളുടെ കണ്ണിനെ ശ്രദ്ധിക്കുക. Look at your ears. നിങ്ങളുടെ ചെവി ശ്രദ്ധിക്കുക. Look at your senses. നിങ്ങളുടെ സെൻസസ് ശ്രദ്ധിക്കുക. Look at your smelling. നിങ്ങളുടെ മണക്കാനുള്ള കഴിവ് ശ്രദ്ധിക്കുക. Look at your tongue. നിങ്ങളുടെ നാവ് ശ്രദ്ധിക്കുക. Look at your mouth. നിങ്ങളുടെ മുഖം നാവ് ശ്രദ്ധിക്കുക. This is all on the head. ഇതെല്ലാം ശിരസിൽ കാണുവാനായിട്ട്. It's not in your hand. ഇത് കരങ്ങളിലല്ല ഉള്ളത്. That talks about the commander in chief like to be from the head. അതിന്റെ അർത്ഥം കമാൻഡർ ഇൻ ചീഫ് ഈ മീൻ ശിരസിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. Or the center of command need to come from the head. I mean സെന്റർ ഓഫ് കമാൻഡ് കടന്നു വരുന്നത് I mean ശിരസിൽ നിന്നാണ്. And you have read every man's head is Christ. അത് മാത്രമല്ല നാം ഇങ്ങനെ വായിച്ചിട്ടുണ്ട് എല്ലാ മനുഷ്യന്റെയും തല ക്രിസ്തുവാകുന്നു. And head of Christ is God. അത് മാത്രമല്ല ക്രിസ്തുവിന്റെ ശിരസ് ദൈവമാകുന്നു. Are you getting what I'm trying to tell you? രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? This beam is very important. അതുകൊണ്ട് ഇത് വളരെ അർത്ഥവത്താണ്
എന്ന് മനസ്സിലാക്കുക. You are designed for God's purposes. നിങ്ങളെ ദൈവം ആമേൻ നിർമ്മിച്ചിരിക്കുന്നത് ദൈവിക പദ്ധതിക്ക് So I will വേണ്ടിയിട്ടാണ്. say the vertical love matters a lot. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, മുകളിലേക്കുള്ള അഗാപ്പെ സ്നേഹം വളരെ ആമേൻ ആഴമുള്ളതാണ്. Make sure you take time to pray or spend time with your Lord. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തോടൊപ്പം സമയം ചിലവിടുവാനും നിങ്ങളുടെ സമയത്തെ വേർതിരിക്കുക. Amen. If your vertical pole is correct, നിങ്ങളുടെ മുകളിലേക്കുള്ള വശം ആമേൻ ഉറപ്പുള്ളതാണെങ്കിൽ the first part is ready to go. ഒന്നാമത്തെ ഭാഗം ശരിയാണെന്ന് ഓർക്കുക. Amen. ഹല്ലേലൂയ. Can I have a praise? ആമേൻ. നിങ്ങൾ ആമേൻ ഉറപ്പോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. If you look into the 10 commandments, നിങ്ങൾ 10 കൽപ്പന the ശ്രദ്ധിക്കുകയാണെങ്കിൽ first 4 talks about between man and God. ഒന്നാമത്തെ ആമേൻ കൽപ്പന കാണിക്കുന്നത്, First 4. ആദ്യത്തെ 4 കൽപ്പനകൾ കാണിക്കുന്നതും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. And the rest 6 talks about between man and man. അടുത്ത 6 കൽപ്പനകൾ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ And if you കാണിക്കുന്നു. look at this Paul, the first part is right here. The 4 commandments is loving God. ഹല്ലേലൂയ. നിങ്ങൾ ഈ കുരിശിലേക്ക് ശ്രദ്ധിച്ചാൽ ഈ നീളമുള്ള വശം ആമേൻ ദൈവവും മനുഷ്യനും തമ്മിലുള്ള 4 കാര്യങ്ങളെ And കാണിക്കുന്നു. the second 6 commandments is on this pole right here. മാത്രമല്ല കുറുകെയുള്ള വശം ശ്രദ്ധിച്ചാൽ തുടർന്നുള്ള 6 കൽപ്പനകൾ ഈ കുറുകെയുള്ള വശത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് You കഴിയും. know, sometimes you get very puzzled. You know how I can see the big picture. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സംശയം തോന്നാനായിട്ട് കഴിയും, എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കാൻ I will കഴിയുന്നത്. say, read the word of God. അതുകൊണ്ട് നിങ്ങൾ വചനം വായിക്കുക, I will say, meditate the word of God. ഈ വചനം ധ്യാനിക്കുക. Allow Lord to speak into your heart. ഈ വചനം ആമേൻ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ അവസരത്തെ കൊടുക്കുക. Any man born into this world is a sinner. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരും പാപം ചെയ്തിട്ടുണ്ട്. He need to start with a relationship with God. അതുകൊണ്ട് നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ജീവിതം ആരംഭിക്കണം. And over here, Matthew chapter 22 verse 39 reads like this. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 38-39 വാക്യങ്ങൾ ഇങ്ങനെ And വായിക്കുന്നു. the second is like it, you shall love your neighbor as yourself. രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. It says, and the second one is like it. ആമേൻ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് രണ്ടാമത്തേത് ഒന്നാമത്തേതിനോട് സമം. സമം എന്ന് എഴുതിയിരിക്കുന്നേ. ആമേൻ. സമം എന്നുള്ള പദമാണ് Do you ഉപയോഗിച്ചിരിക്കുന്നത്. know why? എന്താ അതിന്റെ അർത്ഥം? This pole and this pole in value wise is equal. ആമേൻ. ഈ ഒന്നാമത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും തമ്മിൽ ആമേൻ ഒരേ വാല്യൂ ആണുള്ളത്. Never ever think this God much more important than this. ഒരിക്കലും ചിന്തിക്കരുത് ഒന്നാമത്തേതിന് രണ്ടാമത്തേതിനേക്കാൾ കുറഞ്ഞ വാല്യൂ It ആണുള്ളതെന്ന്. both talks about love. ഇത് രണ്ടും സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കുന്നു. You know, a cross need both poles, both sides. ഒരു കുരിശിന് 2 വശങ്ങൾ ഉണ്ടായിരിക്കണം. I mean, that's the reason it says, and the second one is like it. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തേത് ഒന്നാമത്തേതിനോട് സമം. You shall love your neighbor. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. Jesus said, യേശു പറഞ്ഞു, keep my if you love me, keep my commandments. യോഹന്നാൻ 14:15 പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. We probably say, you know, I love you Jesus, I love you God so much. നമ്മൾ പലപ്പോഴും ദൈവത്തോട് പറയാറില്ലേ, യേശുവേ ഞാൻ അങ്ങയെ വളരെയധികം But സ്നേഹിക്കുന്നു. how many times you remember to keep his commandments? എന്നാൽ എത്ര തവണ ദൈവത്തിന്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുവാൻ സമയം ചെലവഴിക്കും. Lord said, love God, love your neighbor. ദൈവം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. In order to keep the commandments, ഈ കൽപ്പനകളെ നാം പാലിക്കണമെങ്കിൽ you have to be nailed on the cross. നാം നമ്മെ തന്നെ ഈ കുരിശിൽ തറക്കേണ്ടിയിരിക്കും. You know, that's something very important. അത് വളരെ അർത്ഥവത്താണ്. I mean, I'm going to show you the second part from reading a scripture from here. ഞാൻ ഈ രണ്ടാമത്തെ വശം ഒരു വാക്യം വായിക്കുന്നതിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ Luke chapter 23 verse 43. ലൂക്കോസിന്റെ സുവിശേഷം 23-43 വാക്യം. And one of the criminals who had been hanged reviled him, saying, if you are the Christ, save yourself and save us. But the other rebuked him, saying, don't you fear God, seeing you are under the same condemnation, and we indeed justly, for we are getting what our deeds deserve, but this man has done nothing wrong. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിലെ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. Look at the cross. You can see 3 crosses there.
നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 3 കുരിശുകളെ കാണുവാനായിട്ട് കഴിയും. Over here, Jesus is in the middle, and there are 2 thieves are on the both sides. യേശു കർത്താവ് ആമേൻ നടുവിലെ കുരിശിൽ കിടക്കുന്നു. 2 കള്ളന്മാർ വശങ്ങളിലായിട്ട് They കിടക്കുന്നു. both are thieves, അവർ രണ്ടുപേരും കള്ളന്മാരാണ്. but one is trying to, rebel against Jesus. ഒരുവൻ യേശുവിനെ കുറിച്ച് കുറ്റപ്പെടുത്തി But the സംസാരിക്കുന്നു. second one has a repentance. എന്നാൽ രണ്ടാമത്തേവന് ആമേൻ മാനസാന്തരമുണ്ട്. This shows the picture of this world. ഇത് ലോകത്തിന്റെ ഒരു പടത്തെ കാണിക്കുകയാണ്. When you are on the cross, you're going to see people like that on your right and your left. നാം കുരിശിലായിരിക്കുമ്പോൾ യേശുവിന്റെ വശങ്ങളിൽ ഉള്ളതുപോലെ നമുക്ക് ചുറ്റും ആളുകൾ ഉണ്ടായിരിക്കുമെന്ന് ഓർക്കുക. But can you love them as Jesus loved? എന്നാൽ അങ്ങനെയുള്ളവരെയും യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ? It's very easy to love the thief who has repentance. മാനസാന്തരമുള്ള കള്ളനെ സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ്. Can you love the other one also? എന്നാൽ കുറ്റപ്പെടുത്തുന്ന കള്ളനെ സ്നേഹിക്കാൻ കഴിയുമോ? I thought about it for a moment. Why Jesus been crucified between 2 thieves? ഞാൻ ഇങ്ങനെ ചിന്തിക്കാനിടയായി തീർന്നു. എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങനെ 2 കള്ളന്മാരുടെ ഇടയിൽ ക്രൂശിക്കപ്പെട്ടത്? And Lord said, you are one of that. യേശു കർത്താവ് പറഞ്ഞു, നീയും അങ്ങനെ തന്നെയാ. Can you imagine that? അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ Thank you, കഴിയുമോ? Lord, for the repentance God gave us. കർത്താവെ, അങ്ങ് എനിക്ക് തന്ന മാനസാന്തരത്തിനായിട്ട് നന്ദി. No matter what your condition is, എന്റെ സാഹചര്യം എന്തായിരുന്നാലും Jesus died for you and me. ആമേൻ. യേശു എനിക്ക് വേണ്ടി കാൽവറിയിൽ We മരിച്ചു. have to celebrate the cross. ആ യേശു കർത്താവിന്റെ ക്രൂശിലെ ആമേൻ പ്രവൃത്തിയെ നാം ആമേൻ ആഘോഷിക്കുന്നവരാണ്. Don't be ashamed of cross. ക്രൂശിനെ കുറിച്ച് നിങ്ങൾ ആമേൻ നാണിക്കരുത്. We have to celebrate cross. ആമേൻ. ക്രൂശിനെ നിങ്ങൾ When ആഘോഷിക്കുന്നവരാണ്. somebody see you, they should be able to see the cross in you. ആമേൻ. ആരെങ്കിലും നിങ്ങളെ നോക്കുകയാണെങ്കിൽ നിങ്ങളിലൂടെ കുരിശിനെ കാണാനായിട്ട് They should കഴിയണം. see the Christ in you. ആമേൻ. നിങ്ങളിലൂടെ ക്രിസ്തുവിനെ കാണുവാനായിട്ട് Make sure ഇടയായിത്തീരണം. you are nailed on the cross. അതുകൊണ്ട് നിങ്ങൾ ആമേൻ നിങ്ങളെ തന്നെ കുരിശിൽ തറയ്ക്കപ്പെടുവാൻ ആമേൻ ഓർത്തുകൊള്ളുക. Let me tell you, it's not that easy sometime. അത് വളരെ എളുപ്പമുള്ള Can കാര്യമല്ലെന്ന് ഓർമ്മിപ്പിക്കട്ടെ. you imagine the cross Jesus carried? It is very heavy. അത് യേശു ചുമന്ന കുരിശ് അത്ര എളുപ്പമായിരുന്നില്ല. അത് വളരെ But ഭാരമുള്ളതായിരുന്നു. don't forget, tonight we have a great helper. എന്നാൽ ഓർക്കുക, ഹല്ലേലൂയ, നമുക്ക് സഹായിയായിട്ട് ഒരുവനുണ്ട്. To love somebody, it is not that easy. ആമേൻ. ഒരുപക്ഷേ മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നത് അത്ര But let me എളുപ്പമായിരിക്കില്ല. tell you, the Holy Spirit going to enable you to love that എന്നാൽ person. സഹായിയായ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കുവാൻ താല്പര്യപ്പെടുന്നു. And that's the reason the gift of the Holy Spirit is something super important in our life. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്ന ദാനം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ That is പ്രാധാന്യമർഹിക്കുന്നത്. a gift from the God, അത് ഉയരത്തിൽ നിന്നുള്ള ദാനമാണ്. and we must receive it. അതുകൊണ്ട് നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. Let me tell you this story. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഈ കഥ ഓർമ്മിപ്പിക്കട്ടെ. Other day I was checking one of the closets, ഞാൻ എന്റെ ക്ലോസറ്റുകൾ കഴിഞ്ഞ ദിവസം and I പരിശോധിക്കുകയായിരുന്നു. saw a bunch of gift cards there ഞാൻ sitting. അവിടെ കുറച്ച് ഗിഫ്റ്റ് കാർഡുകൾ കാണാനായിട്ട് And കഴിഞ്ഞു. I saw some of them belongs to Shell, അതിൽ ചിലത് ഷെല്ലിൽ some നിന്നുള്ളതാണെന്ന് of them കാണാൻ belongs കഴിഞ്ഞു. to Outback. Okay. ചിലത് ഔട്ട്ബാക്കിന്റെ Some കാർഡുകളാണ്. of them, belongs to the Walmart. ചിലത് വാൾമാർട്ടിന്റെ I കാർഡുകളാണ്. never used it. ഞാൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. This is the way sometime in Christian life God give you the gift of the Holy Spirit. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെയും കർത്താവ് ദാനമായിട്ട് Are you തന്നിരിക്കുന്നത്. using the gift of the Holy എന്നാൽ ആ Spirit? ദാനത്തെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? Are you putting into application? അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? When you need a help in your life, make sure you talk to the Holy Spirit. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ, ഒരു സഹായം ആവശ്യമുള്ളപ്പോൾ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ It's okay സംസാരിക്കുന്നുണ്ടോ? to go to your friend or your pastor, നിങ്ങളുടെ പാസ്റ്ററുടെ അടുക്കലോ സ്നേഹിതരുടെ അടുക്കലോ പോകുന്നതിൽ തെറ്റില്ല. but there's a great counselor right with you. എന്നാൽ നിങ്ങളുടെ അടുക്കൽ ഹല്ലേലൂയ നിങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ട്. Do not be ashamed to talk in tongues. ആ പരിശുദ്ധാത്മാവോട് ആമേൻ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കാൻ If you are മടിക്കരുത്. not filled with the Holy Spirit, make sure you ask God, where is the gift of the Holy Spirit I needed? നിങ്ങൾ ഇതുവരെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, ആ ദാനം എന്തുകൊണ്ട് എനിക്ക് ലഭിക്കുന്നില്ല? I remember after I got saved, I waited for the Holy Spirit for long 8 years. ആമേൻ. ഞാൻ ഓർക്കുന്നു, ഞാൻ കർത്താവിനെ സ്വീകരിച്ചതിന് ശേഷം ദീർഘമായ 8 വർഷങ്ങൾ പരിശുദ്ധാത്മാവ് എന്ന ദാനത്തിന് വേണ്ടി Let me കാത്തിരുന്നു. tell you, without the help of the Holy Spirit, you cannot carry that cross. ഹല്ലേലൂയ. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവ് എന്ന സഹായി ഇല്ലാതെ ഈ കുരിശു ചുമക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും We കഴിയുകയില്ല. all want to follow
follow Jesus. നമുക്കെല്ലാവർക്കും യേശുവിനെ അനുഗമിക്കാൻ താല്പര്യമുണ്ട്. We want to take up our cross. നമുക്ക് കുരിശ് ചുമക്കാൻ താല്പര്യമുണ്ട്. But sometimes we struggle to take up that cross. എന്നാൽ പലപ്പോഴും ഈ കുരിശ് ചുമക്കാൻ ഞാനും നിങ്ങളും ഭയപ്പെടുന്നു അല്ലെങ്കിൽ ഭാരപ്പെടുന്നു. Because you know what? We have a misunderstanding about this cross. We think this is full of pain. കാരണം നമുക്ക് ഈ കുരിശിനെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ കുരിശ് മുഴുവനും വേദനയാണ്, ദുഃഖമാണ്. That is what the tradition teaches. ഇതാണ് പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നത്. But let me tell you, this cross is a cross of love. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ഈ കുരിശ് സ്നേഹത്തിന്റെ അടയാളമാണ്. I mean, this cross talks about love. ഈ കുരിശ് സ്നേഹത്തെ കുറിച്ച് സംസാരിക്കുന്നു. So don't be ashamed to take this cross. അതുകൊണ്ട് ഈ കുരിശ് ചുമക്കാൻ നിങ്ങൾ ലജ്ജിക്കരുത്. Don't be ashamed to carry this wherever you go. അതുകൊണ്ട് ഈ കുരിശിനെ ചുമക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു Don't be പോകരുത്. ashamed to talk to people about Jesus. ഈ കുരിശിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ നിങ്ങൾ ലജ്ജിക്കരുത്. Because this talks about love. കാരണം ഈ കുരിശ് സ്നേഹത്തെ കുറിച്ച് സംസാരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. You know, I think this is one message we have to hear. ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശം നാം എല്ലാവരും കേൾക്കേണ്ടത്. Because sometimes we come to the church കാരണം പലപ്പോഴും നാം ആരാധനയ്ക്ക് കടന്നു വരും, സഭയിൽ കടന്നു വരും, and we sing songs and we listen to the word of God, നമ്മൾ പാട്ട് കേൾക്കും, വചനധ്യാനത്തിൽ പങ്കെടുക്കും, and we leave same as we came. ഒരു മാറ്റവുമില്ലാതെ ഭവനങ്ങളിലേക്ക് കടന്നു പോകും. Changaram pinne tengel. ശങ്കരൻ പിന്നെ Hallelujah. Let me tell you, don't that. എന്നാൽ ഇന്ന് Don't രാത്രി let that പറയട്ടെ, happen. ഇനി അത് സാധ്യമല്ല, ഇനി You അങ്ങനെ know, ആകരുത്. So this is something we have to celebrate. കുരിശ് നാം ആഘോഷിക്കുന്നവരാണ്. Let me take you to one more scripture. ഞാൻ ഒരു വാക്യത്തിലേക്കും കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ. It's from the John chapter 15. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം. I mean, over here it says like this. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, I am the vine. ഞാൻ മുന്തിരിവള്ളി, You are the branches. നിങ്ങൾ കൊമ്പുകളുമാകുന്നു. Let me repeat that again. I am the vine. ഞാൻ മുന്തിരിവള്ളിയും You are the branches. നിങ്ങൾ കൊമ്പുകളുമാകുന്നു. He who remains in me ഒരുത്തൻ എന്നിലും and I in him, ഞാൻ അവനിലും he will വസിക്കുന്നുവെങ്കിൽ bear much fruit. അവൻ വളരെ ഫലം കായ്ക്കും. Okay, listen to me. എന്നെ ശ്രദ്ധിച്ചേ. This Paul talks about Jesus. I am the vine. ഈ നീളമുള്ള വശം മുന്തിരിവള്ളിയെ കാണിക്കുന്നു. And the other Paul talks about you and me. We are the branches. ഈ കുറുകെയുള്ള വശം ഞാനും നിങ്ങളും എന്ന കൊമ്പിനെ കാണിക്കുന്നു. Let me repeat that again. This is the vine right here. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഈ മുകളിലേക്കുള്ള നീളമുള്ള വശം മുന്തിരിവള്ളിയെ I കാണിക്കുന്നു. will say, abide in his love ദൈവത്തിന്റെ സ്നേഹത്തിൽ അതുകൊണ്ട് നിങ്ങൾ and മറഞ്ഞിരിക്കുക. love him as well. അതുകൊണ്ട് മാത്രമല്ല, കർത്താവിനെ അധികം സ്നേഹിക്കുക. And when you do that, അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ as a branch, you're going to bear fruits. ഹല്ലേലൂയ, കൊമ്പുകൾ എന്നതുപോലെ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാനായിട്ട്. I know probably you are not much interested in producing fruits. എനിക്കറിയാം നിങ്ങൾ പലർക്കും ഫലം കായ്ക്കുന്നതിൽ അത്ര വലിയ But താല്പര്യമൊന്നുമില്ല. Jesus called you and me to bear fruit. എന്നാൽ ഓർക്കുക, ദൈവം നിങ്ങളെ വിളിച്ചത് ഫലം കായ്ക്കുവാനായിട്ടാണ്. I remember when my mom come for vacation to Florida. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ അമ്മ ഈ വെക്കേഷൻ ആയിട്ട് ഫ്ലോറിഡയിൽ കടന്നു The വരുമ്പോൾ first thing what she does is she go to the backyard ആദ്യം ചെയ്യുന്നത് ഞങ്ങളുടെ വീടിന്റെ പുറകെയുള്ള വശത്തേക്ക് കടന്നു and she go to look for any trees bear any fruits. അവിടെ ചെന്നിട്ട് അവിടെ ഏതെങ്കിലും വൃക്ഷത്തിനകത്ത് ഫലമുണ്ടോ എന്ന് ശ്രദ്ധിക്കും. And this is the first thing usually she says. അത് കണ്ടിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ പറയും, Nobody watered it. ആരും ഇതിന് വെള്ളം ഒഴിച്ചില്ല. I mean, look at it, it's dying. നോക്കി അത് ചത്തുകൊണ്ടിരിക്കുക. Mone Binu, where are you? മോനെ ബിനു, നീ എവിടെയാ? How come you don't water this plant? നീ എന്താ ഇതിന് വെള്ളം ഒഴിക്കാഞ്ഞത്? Look at the care. ആ ഹൃദയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. Because she planted it. കാരണം അമ്മയാണ് അതിനെ And you know നട്ടത്. what? She expecting a fruit from that. അമ്മ എന്താ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് അറിയാം. Let me ask you something. When you plant something, would you expect a fruit from it? ഞാനും നിങ്ങളും ഒരു തൈ നട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫലം ആഗ്രഹിക്കുന്നവരല്ലേ? Let me tell you, our Father God planted the true vine on this earth. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം ഞാനും നിങ്ങളും എന്താ മുന്തിരിവള്ളിയിലെ കൊമ്പുകളെ നട്ടിരിക്കുക. And He made you and me as branches. എന്നെയും നിങ്ങളെയും ആ മുന്തിരിവള്ളിയുടെ കൊമ്പുകളാക്കി കർത്താവ് Not to come here തീർത്തിരിക്കുകയാണ്. and go back home. ഇങ്ങനെ കടന്നു വന്ന് തിരികെ മടങ്ങിപ്പോകാനല്ല. Not to go to work every day. നാം എല്ലാ ദിവസവും വർക്കിലേക്ക്, നമ്മുടെ To ജോലിയിലേക്ക് bear മടങ്ങിപ്പോകാനല്ല. fruits. എന്നാൽ അതിലുപരിയായി ഫലം കായ്ക്കാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. This is something very important. ഇത് വളരെ പ്രാധാന്യമുള്ള. Without the cross, you cannot bear fruits. ഈ കുരിശില്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ So let കഴിയില്ല. me ask you something. അതുകൊണ്ട് ഇന്ന് രാത്രി ചോദിക്കട്ടെ, I know probably as we're going to leave from here,
അതുകൊണ്ട് നാം ഇവിടെ നിന്ന് വിട്ടു പോകുമ്പോൾ We may മടങ്ങി think, പോകുമ്പോൾ okay, very good message. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും നല്ല സന്ദേശം. Think about the application into your life. എന്നാൽ ഈ വചനം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് Jesus said, ചിന്തിക്കുക. if anybody want to follow me, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ആരെങ്കിലും എന്നെ let him അനുഗമിക്കാൻ deny ഇച്ഛിച്ചാൽ himself, അവൻ തന്നെത്താൻ ത്യജിച്ച് take up his cross and follow me തന്റെ every day. ക്രൂശ് എടുത്ത് എന്നെ Let അനുഗമിക്കും. me challenge you, son and daughter. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ Are ആഗ്രഹിക്കുന്നു. you ready to take up your cross? നിങ്ങൾ ആ കുരിശിനെ എടുക്കാൻ I തയ്യാറാണ്. know you all denied your life some point in your life, എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും അനുഭവത്തിൽ ആമേൻ ത്യജിച്ചവരാണ്. but Jesus wants you to bear fruits. എന്നാൽ യേശു ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഫലം Many കായ്ക്കുന്നവരാണ്. of you probably have one of the poles. ഒരുപക്ഷെ നിങ്ങൾ ആമേൻ ഈ കുരിശിന്റെ ഏതെങ്കിലും ഒരു വശം നിങ്ങളുടെ You may കയ്യിലുണ്ട്. be missing the other one. ആമേൻ രണ്ടാമത്തെ വശം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കാണും. Some other one of you probably have the second piece, not missing the first one. ഒരുപക്ഷെ മറ്റൊരു വ്യക്തിക്ക് രണ്ടാമത്തെ ഭാഗം കയ്യിലുണ്ട്, ആദ്യത്തെ ഭാഗം കാണുകയില്ലായിരിക്കും. Let me tell you, the cross is not complete. എന്നാൽ പറയട്ടെ, ആ കുരിശ് പൂർണ്ണമല്ല. You need to have both pieces. നിങ്ങളുടെ കയ്യിൽ ആ രണ്ട് വശങ്ങളും ഉണ്ടായിരിക്കും. Let's all stand up. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. Can you submit to the Lord? ആ യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. Can you give yourself to the Lord and say, Father, ആമേൻ. ഒരു നിമിഷം യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടെന്ന് പറയാം, യേശുവേ, Father, here I am. ഹല്ലേലൂയ, കർത്താവേ, ഞാൻ എന്നെ I സമർപ്പിക്കുന്നു. have heard the word so many times. ഞാൻ വചനം പലപ്പോഴും കേട്ടിട്ടുണ്ടപ്പാ. Father, many times I heard it over and over again. പലപ്പോഴും ഞാൻ വചനം ആവർത്തിച്ച് കേട്ടിട്ടുണ്ട്. Father, I repent. എന്നാൽ ഇന്ന് രാത്രി ഞാൻ സമർപ്പിക്കുന്നു, മാനസാന്തരപ്പെടുന്നു. Forgive me, Lord. എന്നോട് ക്ഷമിക്കണമേ അപ്പാ. Forgive me, Lord. എന്നോട് ക്ഷമിക്കണമേ. Father, thank you for your compassion. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി Father, പറയുന്നു. thank you for sending your only begotten Son on the അപ്പാ, cross. അങ്ങയുടെ പുത്രനെ എനിക്ക് വേണ്ടി അങ്ങ് ദാനമായിട്ട് തന്നതിനായിട്ട് Father, സ്തോത്രം. thank you for revealing your love on the ആ cross. സ്നേഹത്തെ എനിക്ക് വേണ്ടി അങ്ങ് വെളിപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. Father, thank you for coming and finding me and restoring me. എന്നെ അങ്ങ് കണ്ടതിന് നന്ദി, എന്നെ അങ്ങ് ഹല്ലേലൂയ കൂട്ടി യോജിപ്പിച്ചതിന് നന്ദി. Here I am, Lord. അടിയനിതാ Father, here. അപ്പാ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. Thank you, Jesus. ഹല്ലേലൂയ. Shall we take a little time to worship Him? അല്പസമയം നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സമയത്തെ ചെലവിടാം. Wherever you are standing, open Every your day. mouth and praise Him. നിങ്ങൾ എവിടെയായിരുന്നാലും അല്പസമയം ആ അധരങ്ങളെ ഒന്ന് തുറന്ന് കർത്താവിനോടൊന്ന് സംസാരിച്ച്, Think about Jesus came to save you and me. യേശു നിങ്ങൾക്ക് വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നതെന്ന് ഓർത്ത് ധ്യാനിച്ച്, The reason He came to save you from your eternal hell. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങളെ നിത്യ നരകത്തിൽ നിന്ന് വിടുവിക്കുവാനാണ്. Can you abide in His ആ love? യേശുവിന്റെ സ്നേഹത്തിൽ മറഞ്ഞിരിക്കാൻ Can you കഴിയുമോ? enjoy the love? ആ സ്നേഹത്തെ ആഘോഷിക്കാൻ, അനുഭവിക്കാൻ Can you കഴിയുമോ? enjoy the unconditional love? അളവില്ലാത്ത ആ സ്നേഹത്തെ നിങ്ങൾക്ക് ആമേൻ ഇന്ന് രാത്രി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? No matter what position you are at, ഹല്ലേലൂയ, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ഇപ്പോൾ ആയിരിക്കട്ടെ, no matter how sad and bad your situation ഒരുപക്ഷെ is, നിങ്ങൾ തകർന്ന വേദനയുടെ അനുഭവത്തിലായിരിക്കാം ഇപ്പോൾ. let me tell you, touch of the Holy Spirit can heal എന്നാൽ you. പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ Probably you കഴിയും. have some wounds in your heart. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മുറിവുകൾ Probably ഉണ്ടായിരിക്കാം. you have some unforgiveness towards somebody. ഒരുപക്ഷെ മറ്റാരോടെങ്കിലും ക്ഷമിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ നിങ്ങളുടെ You ഹൃദയത്തിനകത്ത് probably ഉണ്ടായിരിക്കാം. have some bitterness left in your heart. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു കയ്പ് മറഞ്ഞു Can കിടപ്പുണ്ടായിരിക്കും. you ask Jesus, touch me? എന്നാൽ ഇന്ന് രാത്രി യേശുവിനോടൊന്നും പറയാമോ? അപ്പാ, എന്നെ ഒന്ന് തൊടണമേ, Father, touch my എന്നെ ഒന്ന് heart. തൊടണമേ അപ്പാ, Father, touch my എന്നെ heart. ഒന്ന് തൊടണമേ അപ്പാ, Father, change my heart. എന്റെ ഹൃദയത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ, Wash my heart. എന്റെ ഹൃദയത്തെ ഒന്ന് Cleanse ശുദ്ധീകരിക്കണം, me, Lord. എന്നെ ശുദ്ധീകരിക്കണമേ. Purge me, Lord. ഹല്ലേലൂയ, എന്നെ ശുദ്ധീകരിക്കണമേ. Thank you, Lord, for the Holy Ghost. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Thank you for talking to me. എന്നോട് സംസാരിച്ചതിന് നന്ദി അപ്പാ. Father, I receive you into my heart. ഹല്ലേലൂയ, യേശുവേ, ഞാൻ അങ്ങേ എന്റെ ഹൃദയത്തിലേക്ക് Let me സ്വീകരിക്കുന്നു. tell you, those who are watching me online, ഇന്ന് രാത്രിയിൽ ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവരോട് പറയട്ടെ, those who are watching me through the YouTube, യൂട്യൂബിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയട്ടെ, God is love. യേശു ദൈവം സ്നേഹമാണ്. God is love. ദൈവം സ്നേഹമാണ്. He loves you and me. ആ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. He wants to come and live in you. ആ ദൈവത്തിന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് താമസിക്കുവാൻ മറഞ്ഞിരിക്കാൻ ആഗ്രഹമുണ്ട്. God the Father sent Jesus for you. അതിനാണ് യേശുവിനെ ഈ താണഭൂമിയിലേക്ക് അയച്ചത്. Can you receive your heart and welcome Him? അതുകൊണ്ട് ആ യേശുവിനെ ഹൃദയത്തിലേക്ക് ഒന്ന് സ്വീകരിക്കാമോ? Let me tell you, He is the only Savior. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, അവൻ മാത്രമാണ് നമ്മുടെ രക്ഷകൻ. He is the only way to Father. യേശുവാണ് പിതാവിങ്കിലേക്കുള്ള വഴി. Amen. Can I shout a hallelujah? അവൻ വായ്കളെ തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? Can you praise Him high? യേശുവിനെ ഒന്ന് സ്തുതിക്കാമോ? അല്പസമയം Can you praise Him high?
അവൻ ഉച്ചത്തിൽ കർത്താവിനെ അധരങ്ങളെ തുറന്ന് അല്പസമയം ഒന്ന് സ്തുതിച്ചാട്ടെ. Can you give yourself to the Holy ആ Ghost? യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് വിട്ടുകൊടുത്താട്ടെ. Can you revive your നിങ്ങളുടെ heart? ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് God loves തുറന്നു you കൊടുത്താട്ടെ. so much. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. God loves you so much. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. He died for you and me. അവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. Tonight he is a king. അവൻ രാജാവാണ്. He is the Lord. അവൻ രാജാവാണ്. He is King of kings. അവൻ രാജാതി He is രാജാവാണ്. Lord of അവൻ lords. കർത്താതി കർത്താവാണ്. He got the keys of death and hell. അവൻ മരണത്തെയും പാതാളത്തെയും He is ജയിച്ചവനാണ്. able to deliver you. അവൻ വന്നത് നിന്നെ രക്ഷിപ്പാനാണ്. No matter what condition you are going through, നീ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും he is good enough. അവൻ മതി. The blood of Jesus is good enough. യേശുവിന്റെ രക്തത്തിന് കഴിയും. Can we celebrate his ഇന്ന് love? രാത്രിയിൽ അവന്റെ സ്നേഹത്തെ Can ആഘോഷിക്കാമോ? we celebrate his love? ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹത്തെ അല്പസമയം അധരങ്ങളെ തുറന്ന് ഒന്ന് സന്തോഷത്തോടെ അർപ്പിട്ട് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. റബലബ ശധരെ റബൽ ഖമനഗലഗ സിയാതെ ഉദരബന ഹതുനാരഗൽ ഖമന ശബ്ദരെ റിബനബ ഹതനാരഗൽ ഖമനഗലഗ സിയ. വായികളെ തുറന്ന് കണ്ണുകളെ അടച്ച് വായികളെ തുറന്ന് പരിസരം മറന്ന് അധരങ്ങളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. Oh Jesus, hallelujah. Rutarabadalaba shaterebene. Rikalabalaba shatel kamanagalegasia. Hallelujah. എങ്ങനെ ദൈവസന്നിധിയിൽ പ്രതികരിക്കണമോ ആമേൻ. അധരങ്ങളെ തുറന്ന് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കട്ടെ. ഹൃദയത്തിനകത്ത് സ്നേഹം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അല്പസമയം ഹല്ലേലൂയ ഹൃദയങ്ങളെ തുറന്ന് ഹല്ലേലൂയ കർത്താവ് നമ്മോട് സംസാരിച്ച ആ വചനത്തിന് മുൻപാകെ ഹല്ലേലൂയ ആത്മാവിൽ ഒന്ന് സന്തോഷിച്ച് ഇന്ന് രാത്രിയിലെ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ സ്നേഹം നിറയട്ടെ. ചില ഹൃദയങ്ങളെ ആ സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ട് കർത്താവ് മൂടാൻ ആഗ്രഹിക്കുന്നു. അല്പസമയം ഹല്ലേലൂയ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു. സമർപ്പണത്തോടൊന്ന് പാടാമോ? പകരം എന്തോ നൽകും ഞാനിനി. ഹൃദയത്തിൽ നിന്ന് പറയാം, യേശുവേ എന്റെ ഹൃദയം ഞാൻ നൽകുന്നു. നൽകുന്നു നാഥനേ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. നിൻ ശരീരം തകർത്തു നീ ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. അതുകൊണ്ട് പകരം എന്തോ നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും ഞാനത്തെ. പകരം എന്തോ നൽകും ഞാനിനി, അന്ത്യത്തോളം ആടിപ്പീടരിൽ കണ്ടു സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. ആടിപ്പീടരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ഹല്ലേലൂയ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ.
പകരം എന്തും സമർപ്പണത്തോടൊന്ന് പറഞ്ഞു, എന്റെ ആരോഗ്യത്തെ ഞാൻ അങ്ങേക്ക് വേണ്ടി തരുന്നു. ഹല്ലേലൂയ. യേശുവേ, എന്റെ ആരോഗ്യം, എന്റെ ജീവൻ, എന്റെ സകലവും ഞാൻ യേശുവിന് വേണ്ടി ഇന്ന് രാത്രി സമർപ്പിക്കുന്നു. പകരം എന്തും നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു പ്രാർത്ഥന. പകരം എന്തും ഹല്ലേലൂയ. ആടിയരിതാ ദേവാ, ആടിയരിതാ ദേവാ, ആടിയരിതാ ദേവാ, ആടിയരിതാ. കരമുയർത്തി Yes, Lord, hear my here I am, oh Lord, here I am, oh, let it be a cry tonight. ആടിയരിതാ ദേവാ, ആടിയരിതാ ദേവാ, ആടിയരിതാ ദേവാ, ആടിയരിതാ, ആടിയരിതാ യേശുവേ. ഈ അന്തരീക്ഷത്തിൽ ഇന്ന് രാത്രി ആ സ്നേഹത്തിന്റെ ശബ്ദം ഉയരട്ടെ. ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് ഇന്ന് രാത്രി എത്ര പേര് പറയും, യേശുവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. Shall we all just close our eyes tonight? Hallelujah. Just close your eyes. If the Lord has spoken to you tonight, can you just raise your hands? If you have identified the voice of the Lord tonight, tonight is the day of restoration. God doesn't want you to leave this place without understanding, without restoring your relationship tonight. Maybe some of you might be lacking that relationship with God, but there are some other people who are missing that relationship with one another. Let me tell you, no counselor can heal you. Nobody in this world can heal you. But there is someone here in this place. He can heal you. He can restore you. No matter how much you are broken, His anointing, the presence of God
can change your life tonight. I don't want you to leave this place without that cry. Don't look at to anyone nearby. If you are that person, tonight the Lord says, I want to bring that meaning of cross into your life. ആ ക്രൂശിന്റെ അർത്ഥം നിന്നിലൂടെ തെളിയിക്കാൻ ഇന്ന് രാത്രി സ്വർഗ്ഗം ആഗ്രഹിക്കുക. Hallelujah. Let me tell you, without Jesus, without the help of Holy Spirit, you cannot love one another. Tonight, can you pray with me? Lord, I want you more. യേശു എനിക്ക് അങ്ങേ അധികം വേണം. ഇന്ന് രാത്രി ദൈവദാസനിലൂടെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് സംസാരിച്ചിരിക്കുക. മറ്റുള്ളവരെ സ്നേഹിക്കാൻ, കർത്താവിനെ സ്നേഹിക്കാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു സമർപ്പണം ആവശ്യമാണ്. ഇന്ന് രാത്രി ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരെ നോക്കണ്ട, നാണിക്കാനില്ല. ഇന്ന് രാത്രി കർത്താവ് എന്നോടാ സംസാരിച്ചതെങ്കിൽ, if you are sure that God has spoken you tonight, I want you to just raise up your hand. We are going to pray for you. Hallelujah. We believe that the presence of God in this place is going to touch you. Adiyanida deva oh Lord, here I am. Oh Lord, here I am. Father, we come to you tonight. Thank you for revealing that cross before us. The cross that changed our life. The cross that changed our destiny. The cross that transformed our life. Father, we thank you for that. We celebrate tonight, oh Lord. Thank you for revealing this, mystery to us, oh Lord. Tonight Lord, we thank you, Lord. We thank you, Lord. We celebrate you, oh Lord, for revealing your heart. We were once lost, but you restored us. We were once enemies, but you loved us. Father, thank you, Father, for opening up your servant tonight, for using him mightily, Lord, to speak to each one of us tonight. Lord, as the Lord repeatedly spoken tonight, we don't want to leave this place without a transformation. Father, we pray together as a church, as a family. We pray for an encounter tonight, oh Lord, an encounter that will transform my life. We thank you, Jesus. In Jesus' name we pray. Amen. Hallelujah. നല്ല കരമൊന്ന് തട്ടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. Hallelujah. If the Lord has touched you, give a mighty clap to Jesus. Hallelujah. ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. Hallelujah. 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 Amen. God bless you tonight. Thank you for joining with us this evening. May God bless you. We pray that this week God is going to do greater things in your life. Amen. You didn't come here accidentally. God brought you tonight with a powerful word, and I believe God has touched many lives. May God bless you, and those who are watching us through YouTube and other social media platform, we pray that God will continue to speak to you. May God bless you. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹവും ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നമ്മുടെ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാം, ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.